രഞ്ജി ട്രോഫി കിരീടം വിദർഭയ്ക്ക്. മത്സരം സമനിലയിൽ അവസാനിച്ചെങ്കിലും കേരളത്തെ മറികടന്ന ഒന്നാം ഇന്നിംഗ്സിലെ ലീഡിന്റെ കരുത്തിലാണ്. വിവരങ്ങളുമായി രുജീഷ് വി രവീന്ദ്രനാണ് നമ്മോടൊപ്പം ചേരുന്നത്. രുജീഷ്, ഒരുപക്ഷെ കേരളത്തിന് സ്വന്തമാക്കാമായിരുന്ന ഒരു വിജയമായിരുന്നു, പക്ഷേ അത് സച്ചിൻ ബേബിയുടെ വിക്കറ്റോടുകൂടി പൂർണ്ണമായും കൈവിട്ടുപോയ സ്ഥിതിയിലേക്കായി. രണ്ടാം ഇന്നിംഗ്സിലെ നില ഏത് രീതിയിലായിരുന്നു? വിദർഭയ്ക്ക് കിരീടം എന്ന രീതിയിൽ ഉറപ്പിക്കുകയാണല്ലേ? വിദർഭ കിരീടം നേടിയിരിക്കുന്നു. 9 വിക്കറ്റിന് 375 റൺസ് എന്ന നിലയിൽ മത്സരം സമനിലയിൽ അവസാനിപ്പിക്കാൻ ഇരു ക്യാപ്റ്റന്മാരും തീരുമാനിക്കുകയായിരുന്നു. വിദർഭ അവരുടെ 3ാം കിരീടമാണ് നേടിയത്. കേരളത്തിന് അവരുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഫൈനലിന് എത്താനായി എന്ന വലിയ ആവേശത്തോടെ തന്നെയാണ് ഈ മത്സരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഏറ്റവും ശക്തരായ ക്രിക്കറ്റ് സംസ്ഥാനങ്ങളെ മുഴുവൻ മറികടന്നുകൊണ്ട് കേരളം ആദ്യമായി ഫൈനലിലെത്തി. ആ ഫൈനൽ നമ്മുടെ കയ്യിൽ നിന്ന് ആ കിരീടം വഴുതിപ്പോകുന്നത് നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി കാണുകയാണ്. അത് വലിയ നിരാശ തോന്നുന്നത് 100ാം രഞ്ജി ട്രോഫി ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 100ാം മത്സരത്തിന് ഇറങ്ങിയ സച്ചിൻ ബേബി, അദ്ദേഹം 100ാം മത്സരത്തിൽ സെഞ്ചുറി നേടും എന്ന് കരുതിയ ഒരു സാഹചര്യത്തിൽ 98 റൺസിൽ നിൽക്കെ സച്ചിൻ ബേബിയുടെ ഒരു വിക്കറ്റ് പോകുന്നതാണ് കേരളത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന മത്സരം അത് വിദർഭയിലേക്ക് പോകുന്നത് കണ്ടത്. പിന്നീട് ഒരു 50-ലേറെ മാത്രം റൺസ് ലീഡ് വേണ്ട ഒരു സാഹചര്യത്തിലായിരുന്നു സച്ചിൻ ബേബിയുടെ വിക്കറ്റ് പോകുന്നത്. പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള വിക്കറ്റുകളെല്ലാം നഷ്ടമാവുകയും 37 റൺസിൻ്റെ 1ാം ഇന്നിംഗ്സ് ലീഡ് കേരളം വഴങ്ങുകയും ചെയ്തു. ആ ഒരൊറ്റ 1ാം ഇന്നിംഗ്സ് ലീഡിൻ്റെ ഒരു ബലത്തിലാണ് ഇപ്പോൾ വിദർഭ കിരീടം നേടിയത്. കേരളം ഏറ്റവും സന്തോഷകരമായ കാര്യം, ഒരുപക്ഷെ ഈ നിരാശയ്ക്കിടയിലും സന്തോഷകരമായ കാര്യം, ഒരു മത്സരം പോലും തോൽക്കാതെയാണ് കേരളം ഇപ്പോൾ നാഗ്പൂരിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങുന്നത് എന്നതാണ്. ഈ രഞ്ജി ട്രോഫി സീസണിൽ ഏറ്റവും ശക്തമായ പ്രകടനം തന്നെയാണ് കേരളം കാഴ്ചവെച്ചത്. കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൻ്റെ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന താരമായ സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ള താരങ്ങൾ നേരത്തെ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന, നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ അത്തരം സൂപ്പർ താരങ്ങളൊന്നുമില്ലാത്ത ഒരു രഞ്ജി ട്രോഫി സീസൺ അത് വളരെ മികച്ച രീതിയിൽ പൂർത്തിയാക്കാനായി എന്നതുകൂടി കേരളത്തിൻ്റെ ഈ സീസണിലെ ഏറ്റവും പ്രത്യേകതയുള്ള പ്രകടനം തന്നെയാണ്. പ്രത്യേകിച്ച് ഓരോ താരങ്ങളും അവരവരുടെ സാഹചര്യത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഒരുപക്ഷെ പലപ്പോഴും ഇതിനു മുൻപ് കേരളം ഒരിക്കൽ സെമിയിലെത്തിയത് 2019-ലാണ്. അന്ന് നമ്മളെ പരാജയപ്പെടുത്തി ഫൈനലിലേക്ക് മുന്നേറിയ ടീമാണ് വിദർഭ. ആ പരാജയത്തിന് ഒരു തിരിച്ചടി നൽകാം എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് വിദർഭയുടെ മണ്ണിൽ നാഗ്പൂരിലേക്ക് കേരളം എത്തിയത്. ആ തുടക്കത്തിൽ തന്നെ ടോസ് നേടി അത് വിദർഭയെ ബാറ്റിങ്ങിന് അയക്കാനുള്ള ഒരു തീരുമാനം ആദ്യഘട്ടത്തിൽ വലിയ വിമർശനത്തിന് വിധേയമായെങ്കിൽ കൂടി, സച്ചിൻ ബേബി അങ്ങനെ ഒരു തീരുമാനം എടുത്തതിനെ വിമർശിച്ചെങ്കിൽ കൂടി മത്സരം പിന്നീട് കേരളത്തിൻ്റെ വരുതിയിലേക്ക് വരുന്നതാണ് കണ്ടത്. 379 റൺസിന് വിദർഭയെ ആദ്യ ഇന്നിംഗ്സിൽ പരാജയപ്പെടുത്താൻ, പുറത്താക്കാൻ കേരളത്തിന് സാധിച്ചു. പിന്നീട് കേരളത്തിൻ്റെ 1ാം ഇന്നിംഗ്സിലേക്ക് വരുമ്പോൾ തുടക്കത്തിൽ ഒരു തിരിച്ചടി ഉണ്ടായെങ്കിൽ കൂടി സർവാത്തയുടെ ഒരു മികച്ച ഇന്നിംഗ്സ് ഉണ്ടായി, സച്ചിൻ ബേബിയുടെ ഇന്നിംഗ്സ് ഉണ്ടായി. ഓരോ താരങ്ങളും പിന്നീട് വന്ന ഓരോ താരങ്ങളും നല്ല രീതിയിൽ തന്നെ റൺസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കണ്ടു. ഏറ്റവും ഒടുവിൽ നമുക്ക് നിർണായകമായ ഒരു ലീഡ് കിട്ടും എന്ന് പ്രതീക്ഷിച്ച ഒരു സാഹചര്യത്തിൽ അത് 37 റൺസ് അകലെ നമ്മൾ വീഴുകയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2ാം ഇന്നിംഗ്സിലും ഒരു വലിയ സാധ്യത കേരളത്തിന് മുന്നിലുണ്ടായിരുന്നു. വിദർഭയെ അതിവേഗം പുറത്താക്കിക്കൊണ്ട് നമുക്ക് ഇന്ന് അവസാന ദിനം ബാറ്റ് ചെയ്യാവുന്ന ഒരു പ്രതീക്ഷയൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നമുക്ക് വിലങ്ങുതടിയായത് ഒരു മലയാളി താരം തന്നെയാണ് എന്നത് കൂടിയാണ് എടുത്തു പറയേണ്ടത്. കരുൺ നായർ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണ്. സീസണിൽ ഇപ്പോൾ പി ബാലേന്ദ്രൻ പരിശീലകൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ പി ബാലേന്ദ്രൻ, നമ്മുടെ കയ്യിൽ കിടക്കുമായിരുന്ന ഒരു കിരീടം അവസാനം അത് വിദർഭയിലേക്ക് പോവുകയാണ്. വലിയ നിരാശ. പക്ഷേ കേരളത്തിന് ഈ സീസൺ ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതാണ്. ഏതായാലും കേരള ക്രിക്കറ്റിന്റെ ചരിത്രം മാറ്റിക്കുറിച്ചൊരു സീസണാണ്. അപ്പൊ നമ്മൾ അതിലൊരു സന്തോഷം കാണാതിരിക്കാൻ തീരെ പറ്റില്ല. പിന്നെ ഫൈനൽസിന് നമ്മൾ ആലോചിക്കുന്ന പോലെ ചില ഇഫ്സ് ആൻഡ് ബട്ട്സ് നമുക്ക് പലതും പറയാനുണ്ടെങ്കിലും ഇത് ഇത്രയും വലിയൊരു നേട്ടം നേടിത്തന്ന സച്ചിൻ ബേബിയും കുട്ടികളെയും നമുക്ക് എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. അതാണ് ഏറ്റവും വലിയ നമുക്കൊരു നിരാശ ആ തരത്തിൽ തോന്നുന്നത്. സച്ചിൻ അദ്ദേഹത്തിൻ്റെ 100ാം മത്സരത്തിൽ ഒരു സെഞ്ചുറിയോടെ നമ്മുടെ ടീമിന് കിരീടം നേടും എന്നൊരു പ്രതീക്ഷയിൽ നിൽക്കുമ്പോഴാണ് ആ വിക്കറ്റ് പോകുന്നത്. അതാണ് നമ്മുടെ കയ്യിൽ നിന്ന് ആ കിരീടം വഴുതി പോകുന്നത് ഒരു സാഹചര്യം ഉണ്ടായത്. അത് തീർച്ചയായിട്ടും സച്ചിൻ ബേബിയുടെ ഒരു സാധാരണ രീതിയിൽ വളരെ അങ്ങേയറ്റം ക്ഷമയോടെ ശ്രദ്ധയോടെ ബാറ്റ് ചെയ്യുന്ന സച്ചിൻ ബേബിയാണ്. ക്രിക്കറ്റിൽ അതൊക്കെ സംഭവിക്കും, നിവൃത്തിയില്ല. ആ ഒരു ബോള് ഒരു ചാൻസ് എടുക്കണമെന്ന് പെട്ടെന്ന് മനസ്സിലൊരു സ്പർ ഓഫ് ദ മൂവ്മെന്റ് തോന്നിയതാണ്.
അത് മിസ്ഹിറ്റായി പോയി, അത്ര തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അതുകൊണ്ട് ഇതേവരെ ചെയ്ത നല്ല പ്രവൃത്തികളെ ഒന്നും നമുക്കത് അവഗണിക്കാൻ സാധിക്കില്ല. കാരണം ഓരോ ഇതിൽ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയുടെ മികവെടുത്ത് നോക്കിക്കഴിഞ്ഞാലും, ഫീൽഡിങ്ങിന് അദ്ദേഹം പുലർത്തുന്ന നിലവാരം നോക്കിയാലും, അതേപോലെ തന്നെ ആ ടീമിനെ കൈകാര്യം ചെയ്ത ഓരോ സിറ്റുവേഷൻസ്, നമ്മൾ കൈവിട്ടു പോയി എന്ന് തോന്നുന്ന പല മത്സരങ്ങളിലും പ്ലേയേഴ്സിന് ആത്മവിശ്വാസം കൊടുത്ത് ടീമിനെ മുന്നോട്ട് നയിച്ചതും ഒക്കെ സച്ചിൻ ബേബിയുടെ വളരെ മികച്ചൊരു ക്യാപ്റ്റൻസിയുടെ പ്രതിഫലനമായിട്ട് കാണാം. അതോടൊപ്പം തന്നെ അമയ് ഖുറേഷിയുടെ എക്സ്പീരിയൻസും തീർച്ചയായിട്ടും ടീമിന് വലിയ ഗുണം ചെയ്തിട്ടുണ്ട്. പി ബാലേന്ദ്രൻ, നമ്മൾ പലപ്പോഴും ഒരു സൂപ്പർ താരത്തിന്റെ പിന്നിൽ ഒരു ടീം അണിനിരക്കുന്നതൊക്കെ കാണാം. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ കേരള ടീം എന്ന് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആരാണ് കളിക്കുക, ആരാണ് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക പറയാൻ പറ്റാത്ത തരത്തിൽ ഓരോ താരങ്ങളും അവരുടെ പരമാവധി നൽകുന്നതാണ് നമ്മൾ ഈ സീസണിൽ ഉടനീളം കാണുന്നത്. തീർച്ചയായിട്ടും അതെ. പ്രത്യേകിച്ചും ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 11ാമൻ വരെ കോൺട്രിബ്യൂട്ട് ചെയ്ത് നമ്മളെ പല മത്സരങ്ങളിൽ ജയിപ്പിച്ച രംഗങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. അതാണ് ഒരു വലിയ ടീമിന്റെ ലക്ഷണം. ഒരു ജയിക്കുന്ന ടീം ആവണമെന്നുണ്ടെങ്കിൽ എപ്പോഴും വിചാരിക്കാത്ത സമയത്ത് ഒരു ഹീറോ വരണം. അങ്ങനെ അപ്പോഴാണ് ഒരു വലിയൊരു വിന്നിംഗ് ടീമായിട്ട് മാറുന്നത്. അത്തരത്തിലുള്ള ഒരു സംഭവം പലതവണ നമ്മുടെ ഈ സീസണിൽ ആവർത്തിക്കപ്പെട്ടു. നമ്മളെക്കാൾ മികച്ചതെന്ന് പേപ്പറിൽ തോന്നുന്ന പല ടീമുകളെയും നമുക്ക് പരാജയപ്പെടുത്താൻ പറ്റി. ഇതെല്ലാം വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ്. അത് പെട്ടെന്ന് ഒരു സീസണിൽ സംഭവിച്ചതല്ല. ഇത് കുറച്ച് സീസണുകളായിട്ട് ചെറുതായി നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിൽ മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പലപ്പോഴും തെക്കുള്ള കേരളത്തെ ക്രിക്കറ്റ് വിദഗ്ധർ അധികം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇനി അങ്ങനെ കേരളത്തെ അവഗണിക്കാനാവില്ല. തീർച്ചയായിട്ടും. കാരണം റീസെന്റ് ആയിട്ട് നോക്കിയാൽ പോലും നമ്മൾ വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ കേരളത്തിന്റെ നേട്ടങ്ങൾ വളരെ നല്ലതായിരുന്നു. റെഡ് ബോൾ ക്രിക്കറ്റിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പല ടീമായിട്ട് വന്നിട്ടില്ല എന്ന് മാത്രം. പക്ഷേ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം, കഴിഞ്ഞ 2 വർഷമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് റൺ ഗെറ്റേഴ്സിന്റെ മുൻനിരയിൽ സച്ചിൻ ബേബി ഉണ്ട്, വിക്കറ്റ് ടേക്കേഴ്സിന്റെ മുന്നിൽ ജലസത് സേനയുണ്ട്. അങ്ങനെ ഇൻഡിവിജ്വലി നോക്കിക്കഴിഞ്ഞാൽ കുറെ പേര് വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ ഉണ്ടായിരുന്നെങ്കിലും ഇത്തവണത്തെ അത്ര ഒരു ടോട്ടൽ പെർഫോമൻസ് വന്നത് വേറെ ഇതിനു മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. അതിന് വേറൊരു എടുത്തു പറയേണ്ട കാര്യം, പുതിയ 2 പേരുകൾ നമ്മുടെ ദേശീയ സെലക്ടർമാരുടെ നാവിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ടുണ്ട് നമ്മൾ. മുഹമ്മദ് അസറുദ്ദീനും അതുപോലെ തന്നെ സൽമാൻ നിസാറും. ഈ 2 ചെറുപ്പക്കാർക്കും അടുത്ത സീസണിൽ ഏതെങ്കിലും ഇന്ത്യയുടെ റെപ്രസെന്റേറ്റീവ് ടീമിൽ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മെയിൻ ടീമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇന്ത്യ എ അല്ലെങ്കിൽ ബോർഡ് പ്രസിഡന്റ് 11 അത്തരത്തിലുള്ള ഏതെങ്കിലും പ്രധാനപ്പെട്ട ടീമുകളിൽ ഇവർക്ക് ചാൻസ് കിട്ടാനുള്ള സാധ്യത ഞാൻ കാണുന്നു. തീർച്ചയായും അത് തന്നെയാണ് ഈ സീസണിൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, ഈ സീസണിൽ ഒരു മത്സരം പോലും പരാജയപ്പെടാതെയാണ് കേരളം ഫൈനൽ കളിച്ചത് എന്നത് കൂടി ഈ നിമിഷം ഓർക്കുകയാണ്. വളരെയധികം നന്ദി ശ്രീ പി ബാലേന്ദ്രൻ പ്രതികരിച്ചതിന്. ലാൽകൃഷ്ണൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഈ സീസണിൽ നമ്മൾ ഒരു നിരാശയുണ്ട്. നമുക്ക് കിട്ടാവുന്ന ഒരു കിരീടം നമ്മുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോകുന്നതിൻ്റെ ഒരു നിരാശയുണ്ട്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതായിരുന്നില്ല പലരും. നമ്മളെ അങ്ങനെ കണക്ക് കൂട്ടിയിരുന്നില്ല. ഫൈനലിൽ എത്തുന്ന ഒരു ടീമായി നമ്മളെ കണക്ക് കൂട്ടിയിരുന്നില്ല. ചരിത്രത്തിൽ തന്നെ ആകെ 2ാമത്തെ തവണയാണ് കേരളം സെമിയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ കേരളം ഫൈനലിലേക്ക് എത്തുമെന്നോ കിരീടം നേടുമെന്നോ ഒന്നും സീസൺ തുടങ്ങുമ്പോൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ശക്തമായ ടീമുകളുടെ നിരയിലായിരുന്നു, ഗ്രൂപ്പിലായിരുന്നു കേരളം ഉണ്ടായിരുന്നത്. 7 മത്സരങ്ങളിൽ കേരളം മറികടക്കുമോ എന്ന് പോലും സംശയിച്ചിരുന്ന സാഹചര്യത്തിൽ അതിൽ 4 മത്സരങ്ങളിൽ സമനിലയിൽ, 3 മത്സരങ്ങളിൽ ഉജ്ജ്വലമായ വിജയവും നേടി. ആ സമനില നേടുമ്പോഴൊക്കെ 1ാം ഇന്നിംഗ്സ് ലീഡ് നേടിക്കൊണ്ട് നമ്മൾ മുന്നേറുന്ന കാഴ്ചയാണ് കണ്ടത്. അത് ക്വാർട്ടറിലും സെമിയിലും ഒക്കെ മറികടന്നത് അത് ചില ഒറ്റയാൾ പോരാട്ടങ്ങൾ എന്ന് ഒരുപക്ഷെ വിശേഷിപ്പിക്കാം. പക്ഷെ അത് ടീമിൻ്റെ ആകെയുള്ള ഒരു മൊമെൻറ്റം അത് കീപ്പ് ചെയ്യുന്നത് കണ്ടു. 1 റൺസിൻ്റെ ലീഡിന് ക്വാർട്ടറിൽ നിന്ന് സെമിയിലേക്ക് മുന്നേറുന്നു, 2 റൺസിൻ്റെ ലീഡിന് സെമിയിൽ നിന്ന് ഫൈനലിലേക്ക് മുന്നേറുന്നു. ഫൈനലിൽ ഏറ്റവും മികച്ച പ്രകടനം തന്നെ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവസാന സെഷനിലേക്ക് നീങ്ങുമ്പോഴാണ് ഈ 5ാം ദിനം വരെ ഈ മത്സരം കൊണ്ടുപോകാൻ കേരളത്തിന് സാധിച്ചു. ശക്തമായ ഒരു നിര തന്നെയായിരുന്നു വിദർഭ ഉണ്ടായിരുന്നത്. വിദർഭ ഈ സീസണിൽ ഒരുപാട് പ്രഗത്ഭ ടീമുകളെ തോൽപ്പിച്ചാണ് വിദർഭ ഫൈനലിലേക്ക് എത്തിയത്. അത്രമാത്രം ശക്തമായ ഒരു ടീമിനെതിരെ 5ാം ദിനം വരെ ഈ മത്സരം കൊണ്ടുപോകാൻ സാധിച്ചു എന്നത് വളരെ വലിയ കാര്യം തന്നെയാണ്. എന്തായാലും സച്ചിൻ ബേബിയും ടീമും കേരളത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് നാഗ്പൂരിൽ നിന്ന് മടങ്ങി വരുന്നത്. ആ ടീമിന് എന്തായാലും ഒരു ബിഗ് സല്യൂട്ട് നൽകേണ്ട സാഹചര്യം തന്നെ. ശരി രുചീഷ, ഒരുപാട് ചെറിയ നിരാശയുടെ ബാക്കി പത്രം ഉണ്ടായെങ്കിൽ പോലും ആശ്വസിക്കാൻ അല്ലെങ്കിൽ പ്രത്യാശിക്കാൻ കഴിയുന്ന ഒരുപിടി കാര്യങ്ങൾ കൂടി കേരള ക്രിക്കറ്റ് അസോസിയേഷന്, കേരള ക്രിക്കറ്റ് ടീമിന് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം.